സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കൊരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. കുറേ കാലം കഴിഞ്ഞ് പൗലോസ് ബർണബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഇപ്പോൾ പൗലോസ് ഈ സ്തോത്രം പട്ടണം തോറും പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് ഓരോരുത്തർ സ്നാനപ്പെടുത്തി, അല്ലെങ്കിൽ ഓരോരുത്തർ അത് വചനങ്ങൾ കൈക്കൊണ്ട്. പക്ഷെ അവർ എങ്ങനെ ഇരിക്കുന്നുവെന്ന് പൗലോസ് പിന്നെ പോയി തിരക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളെ തന്നെ, ഇപ്പോൾ എന്നെ തന്നെ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഇന്ന് ഇന്നടുത്ത് പ്രസംഗിക്കാൻ വിളിച്ചു. സ്തോത്രം. അവരെങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. നമ്മളെ വിളിച്ചു, നമ്മൾ പ്രസംഗിച്ചു, പോയി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാര്യം കഴിഞ്ഞു. പക്ഷെ പൗലോസ് അങ്ങനെയല്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പം നിങ്ങളൊരു ചർച്ചിൽ ചെല്ലുമ്പോൾ, പാസ്റ്റേഴ്സ് ആകുമ്പോൾ ചർച്ചിൽ ചെല്ലുമ്പോൾ അവർ സ്തോത്രം സ്നാനപ്പെടാത്ത വ്യക്തികളുണ്ടാവും, സ്നാനപ്പെട്ട വ്യക്തികളുണ്ടാവും. അവിടെയുള്ള ഒത്തിരി ആൾക്കാർ വന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പറയുന്നൊരു പദം, ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ സ്നാനപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചിലർ കൈ ഉയർത്തും. സ്തോത്രം. അവരെ നമ്മളവിടെ സഭകളെ ഏൽപ്പിച്ചിട്ടൊക്കെ വരുന്നുണ്ട്, അവരെ സ്നാനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ദൈവമേ, ഇന്നൊരു ആൾ ഇന്ന ചർച്ചയിൽ ചെന്നപ്പോൾ ഇന്നൊരു പാവി അവൻ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇപ്പോൾ അവ എങ്ങനെ ഇരിക്കണമെന്നോ, ദൈവത്തിൻ്റെ വചനത്തിൽ വളർന്നോ ഇല്ലയോ? നമ്മുടെ ഉത്തരവാദിത്വമല്ല അതൊക്കെ. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല, സത്യം, തമാശ പറയല്ല, ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ പൗലോസ് അങ്ങനെയല്ല. അത് എന്തിനാ അങ്ങനെ പറഞ്ഞേ? പൗലോസ് എന്തിനാ അത്? അപ്പോൾ ഒരു വ്യക്തി, ഒരു പാസ്റ്റർ, ഒരു വ്യക്തി, ശ്രദ്ധിച്ചു, ഒരു പാസ്റ്റർ, ഒരു വ്യക്തി, കണ്ട എൻ്റെ അർത്ഥം, ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസാന്തരം, ആ വ്യക്തിക്ക് വേണ്ടി സ്തോത്രം മുഴങ്കാലിൽ നിന്നും മധ്യസ്ഥത അണയ്ക്കാൻ. നീ പ്രസംഗിച്ചു, ഒത്തിരി പേര് സ്നാനപ്പെട്ടു, അവരിപ്പോൾ എന്ത് ചെയ്യണമെന്ന് നീ എപ്പോഴെങ്കിലും നിൻ്റെ വീട്ടിനകത്ത്, നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ പേരെന്നറിയാവോ ഇന്ന് സ്തോത്രം സ്നാനപ്പെട്ട് 3 മാസം കഴിഞ്ഞ് തെറ്റിപ്പോകുന്നത്? 17കാരന്മാർ, 18 വയസ്സ്, 21 വയസ്സ്, 22 വയസ്സ്, ഇവരെല്ലാം 21 ദിവസത്തെ ഉപവാസത്തിലിരുന്ന് ദൈവവുമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിലിരിക്കുമ്പോഴാണ് സ്നാനത്തെക്കുറിച്ച് കേട്ട് എനിക്കും സ്നാനപ്പെടണം. എന്താണ് സ്നാനം? എന്തായിരിക്കും സ്നാനം? തന്നെ ത്യജിക്കുന്നതാണ് സ്നാനം. ക്രിസ്തുവിന് ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന ഞാൻ 1 വർഷം കാത്തിരുന്ന്, എത്രയോ പാസ്റ്റർമാർ എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, ഇല്ല, ഈ യേശു ആരെന്നറിയണം, എന്താണ് സ്നാനമെന്നറിയണം. 1 വർഷം ഞാൻ കാത്തിരുന്നു. എൻ്റെ സഭാ പാസ്റ്റർ ഉൾപ്പെടെ, മുമ്പ് ഞാൻ ചർച്ചയിൽ നിന്ന എൻ്റെ സഭാ പാസ്റ്റർ ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, സ്നാനപ്പെടുന്നില്ല. ഈ സ്നാനമാത്തി എന്തെന്നറിയണം. സ്നാനം കുട്ടികളിയല്ല, അത് ഇത്തിരി ആഴങ്ങളിലുള്ള സംഭവങ്ങളാണ്. കർത്താവിൻ്റെ ക്രൂശീകരണമാണ് അതിൻ്റെ യഥാർത്ഥ ഇത്. നീ സ്നാനപ്പെടുമ്പോൾ പുതിയ സൃഷ്ടിയായിട്ടാണ് നീ ആ സ്നാനത്തിൽ നിന്ന് കയറി വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിനതറിയാം, പൗലോസിന് അതിൻ്റെ ആ മർമ്മം അറിയാം. ഇപ്പോൾ നിങ്ങളും ഞാനും ഒരുപാട് സഭകളിൽ പോയി പ്രസംഗിക്കുന്നവരാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒത്തിരി യൗവനക്കാരികൾ വന്ന് ആ വചനത്തെ സ്വീകരിച്ച് സ്നാനപ്പെട്ടിട്ടവരാണ്. അവരിപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാവോ? സ്തോത്രം. പക്ഷേ ദൈവകൃപയാൽ ഇന്നും ഞാൻ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ടോ, എവിടെയൊക്കെ ഞാൻ ദൈവനാമത്തിൽ പോയിട്ടുണ്ടോ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നും ദൈവനാമത്തിൽ ആ വ്യക്തികളെ കണ്ട അവർ ഓടിയടുത്ത് വരും. പക്ഷെ അതിന് നമ്മുടെ സഭാ പാസ്റ്റ് അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നവർ പറയണം, നമ്മൾ അവരെ തെറ്റിക്കാൻ പോകണം, ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ആൾക്കാരെ മോടിക്കാൻ പോകണം, ഞങ്ങളിപ്പോൾ ഒരു പുതിയൊരു സഭയിൽ കൊണ്ടാക്കി, ഞാനാണ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്, ഇപ്പം നമ്മുടെ സഭക്കാർക്ക് നമ്മളെ വേണ്ട, രാജീവിനെ മാത്രം മതി. എത്രയോ സ്ഥലത്ത്, സീരിയസ് ആയിട്ട് എത്രയോ സ്ഥലത്ത് ഞാനിത് കേട്ടിട്ടുണ്ടെന്നറിയോ. പക്ഷേ എനിക്കതിലൊന്നും ഒരു ദുഃഖവും വന്നിട്ടില്ല. കാരണം അത് കർത്താവിനെ അറിയാം. അത് ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മളെല്ലാവരും പ്രസംഗിക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും സ്നാനം ഏൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ എവിടെ നിൽക്കുന്നു? അവർ സ്തോത്രം ഏത് രാജ്യത്തിൽ പ്രസംഗിക്കുന്നു? അവർ ആ സഭയ്ക്കകത്ത് നല്ലൊരു മുതൽക്കൂട്ടായി നിൽക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ ആ തീഷ്ണതയിൽ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു, അവരൊരു 10-12 പേര് കൈവക്കി, 12 പേര് സ്നാനപ്പെട്ടു. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോയെടുത്ത് 12 കുടുംബം, 12 പേര്. നല്ലത് തന്നെ.
ഇപ്പോൾ അവർ എങ്ങനെയായിരിക്കുന്നെന്ന് ആ സഭയിലുള്ള പാസ്റ്റർ എടുക്കുകയോ സഭയിലുള്ള വ്യക്തികളെ എടുക്കുകയോ ഒന്ന് ഫോൺ വിളിച്ച് കേൾക്കാൻ പറ്റുമോ? 18കാർ, ഞാൻ നേരത്തെ പറഞ്ഞ 19കാർ, യൗവനക്കാരന്മാരെല്ലാം 3 മാസം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? തെറ്റിപ്പോകുന്നു. കാരണം അവരുടെ ഇഷ്ടങ്ങൾ ആ ജഡത്തിൽ തങ്ങിക്കിടക്കുന്നു. ഇന്നിപ്പോൾ മൊബൈൽ ഉണ്ടായിട്ടതുകൊണ്ട് മൊബൈലിൽ കളിയും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. എന്തിനാണ് ഞാൻ സ്നാനപ്പെട്ടതെന്നോ, ഞാൻ എന്തിനാണ് ആ വചനം ഏറ്റെടുത്ത് യേശുവിനെ സ്വന്തം രക്ഷിതമായി ഞാൻ എന്നെക്കുറിച്ച് എന്താ യേശു ആഗ്രഹിക്കുന്നത്? ഒരു മോശയെ കൊണ്ട് 33 ലക്ഷം ജനത്തെ വരുത്തിച്ച് ഇല്ലേ? ഒരു മോശയാണ്, ഒറ്റ മോശ കാട്ടിൽ കിടന്ന ദാവീദിനെ എല്ലാവർക്കും, ഇസ്രായേലിൻ്റെ കംപ്ലീറ്റ് പേർക്കും രാജാവാക്കി മാറ്റി. അപ്പോൾ നീ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗം കേട്ട വ്യക്തികൾ, ആ വ്യക്തി സ്നാനപ്പെട്ടു, പക്ഷെ അവ ഇപ്പോൾ എന്തോ ചെയ്യുന്നേ? അപ്പം നമുക്കെന്നെ പറയാം, പക്ഷേ നാല് രാജീവ നമ്മളെങ്ങനെ വിളിച്ച് ചോദിക്കണ്ട. നീ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നീ യേശുവിൻ്റെ ആ പ്രാർത്ഥനാ റൂമിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ അവർക്ക് വേണ്ടി പ്രയർ ചെയ്യും. കർത്താവെ, അവരിപ്പോൾ എങ്ങനെ നിൽക്കുന്നു, അവരിപ്പോൾ ഏത് ലെവലിലാണ്, ഒന്നും അറിഞ്ഞൂടാ അപ്പച്ച. ഞാനാണ് ദൈവനാമത്തിൽ നിൻ്റെ നാമം പറഞ്ഞ് അവരെ സ്നാനം പെടുത്തിയത്. ഇവിടെ പൗലോസ് വീണ്ടും അവിടെ പറയുന്നത്, നമ്മൾ പ്രസംഗിച്ച വചനം, ആ സഭ, ആ സ്ഥലം, ആ സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു. ഹലോ ഇന്ന് പല പാസ്റ്റർമാരും പല ദൈവദാസന്മാരും സ്നേഹമില്ലായ്മ കൊണ്ടാണ് ആ സഭയെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം അവരെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ സഭയിലുള്ള ആൾക്കാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു, ഞങ്ങളെ ഇങ്ങനെയുള്ള ഇത് അയക്കൊണ്ട് പോകുന്നു, ഞാനാണ് വിളിച്ചു വരുത്തിയത്. ഇത് സാത്താൻ്റെ തന്ത്രമല്ലേ? നിങ്ങൾ എന്നെ സ്വയം ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ സഭയിലുള്ള എത്ര മക്കളാണ് ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വളരെ ശക്തമായി ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? എത്ര യൗവനക്കാരന്മാരുണ്ട്? എത്ര യൗവനക്കാരികളുണ്ട്? ഇന്ന് ഈ ലോകം എടുത്ത് പരിശോധിച്ച് നോക്ക്, നിങ്ങളുടെ ദേശം എടുത്ത് പരിശോധിച്ച് നോക്ക്. അവരവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചല്ലേ ആ മക്കളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ആർക്കെങ്കിലും തെറ്റെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? പച്ച കുത്തുന്നവരുണ്ട്, അതേനെ ടാറ്റു അടിക്കുന്നവരുണ്ട്, പല മോഡലിലും മൂക്കിലും കാതിലും കമ്മലും അതും ഇതും ഇടുന്ന ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, പയ്യന്മാരുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, മനുഷ്യൻ അസാധ്യം എൻ്റെ ദൈവത്താൽ സാധ്യം. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യൻ അസാധ്യം, എൻ്റെ ദൈവത്താൽ സാധ്യം. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം നാളെ സാത്താൻ അവരെ ഉപയോഗിക്കരുത്. സ്തോത്രം, നാളെ സാത്താൻ അവരെ ഉപയോഗിക്കരുത്. നമ്മൾ ചെന്ന് നോക്കുമ്പം, നമ്മൾ പല ഫംഗ്ഷനിൽ ചെല്ലുമ്പോൾ ചില പാസ്റ്റേഴ്സിനെ കാണാറുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് മറ്റേ കുടുംബങ്ങളല്ലോ? അവരൊക്കെ പോയി. അതെങ്ങനെ? ഞാനല്ലേ എന്ന് അവർക്ക് സ്നാനം കൊടുത്തത്. അത് തന്നെ പറഞ്ഞു, 3 മാസം കഴിഞ്ഞപ്പോൾ അവർ തെറ്റിപ്പോയി. അപ്പോൾ ആ സഭയിലുള്ള പാസ്റ്ററിന് ഉത്തരവാദിത്വമില്ലേ? ഉണ്ട്. മധ്യസ്ഥത അണയ്ക്കണം. പക്ഷേ ഈ സ്നാനപ്പെട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. അവൻ്റെ സ്വഭാവം തെറ്റിലേക്ക് പോയി. അവനെ ഫോണും കളിയും ബഹളവും കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമയായി. അപ്പോൾ പിന്നെ എങ്ങനെ ഈ വചനം കേട്ട് പയ്യൻ കൈ ഉയർത്തിയേ? അത് തന്നെയാണ് ഞാനും ചോദിക്കണേ. അതാണ് പൗലോസ് പറഞ്ഞത്, നമ്മൾ പ്രസംഗിച്ച ദേശത്ത് പോകണം. ആ സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ട്. സ്നാനപ്പെടാൻ കൈയോർത്ത് എന്ന് പറഞ്ഞത് മാത്രം പോരാ, അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പറയുന്നു, സ്തോത്രം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും, സ്നാനം അത് വലുതാണ്. 16, 17, 18 വയസ്സ് പ്രായമുള്ള പയ്യന്മാരെയും പെണ്ണുങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം. മക്കളെയും സ്നാനപ്പെടുത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്, അവരുടേതായ കാര്യങ്ങളുണ്ട്. അത് അവർ ത്യജിച്ചാലേ പറ്റൂ. ത്യജിച്ചാലേ പറ്റൂ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.